ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളിന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കിട്ടോ. കാണുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണാനും ലൈക്കും സബ്ബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. നമ്മളെ വീട്ടിൽ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായി കാണാൻ മറക്കരുത്. അപ്പം നമ്മൾ ഒന്നാം പെരുന്നാൾക്ക് വൈകുന്നേരം നമ്മളെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വന്നപ്പോൾ അവിടുത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒക്കെ വീഡിയോ എടുക്കാനൊക്കെ മറന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി നല്ല സാദാ ചോറും ബീഫ് വരട്ടിയതും വലിയ സ്രാവുണ്ടല്ലോ, ഉണക്ക സ്രാവ്, അത് പൊരിച്ചതും ഉപ്പേരിയും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾക്ക് പോവാൻ ഉള്ള പുറപ്പാട് കേട്ടോ. പോണത് എടുക്കാന്നുള്ളത് അവിടെ എത്തിയതിന് ശേഷം പറയാം. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഒരു പ്ലാനിങ് 2-3 സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. എവിടേക്കെങ്കിലും ഒരിടത്തേക്ക് പോകാമെന്നുള്ളൊക്കെ പ്ലാനിങ്ങിലാട്ടോ. അപ്പോൾ തലേന്നിന് പെരുന്നാളിൻ്റെ അന്ന് തന്നെ നമ്മൾ വീട്ടിലേക്ക് പോക്കില്ല. 2ാം പെരുന്നാൾക്ക് രാവിലെയാണ് പോക്ക്. അപ്പോൾ ഇതുപോലെ പോകാൻ വേണ്ടിയിട്ടാണ് 1ാം പെരുന്നാൾക്ക് വൈകുന്നേരം തന്നെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിട്ടുള്ള ഒരു യാത്രയുണ്ട്. അടിപൊളിയാണ് ഞങ്ങളെല്ലാവരും കൂടിയിട്ടുണ്ടെങ്കിൽ. അപ്പം ഞങ്ങൾ ആദ്യം വേറെ സ്ഥലത്ത് നിന്നിട്ട് പ്ലാൻ ചെയ്തത്. അപ്പോൾ കുറച്ച് നേരം വൈകി. അപ്പോൾ എല്ലാവരും നീച്ച് റെഡിയായി കിട്ടാനൊക്കെ കുറച്ച് നേരം വൈകി. അപ്പോൾ പിന്നെ റൂട്ടൊക്കെ മാറ്റിയിട്ടാണ് കേട്ടോ പോയത്. നല്ല ദോശയും ബീഫും വരട്ടിയതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ച് അങ്ങനെ ട്രെയിനൊക്കെ വന്ന് ഞങ്ങൾ കയറിയിരുന്നു. ഇങ്ങനെ 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ആ സമയത്താണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞങ്ങൾ പോകാൻ നിന്നതായിരുന്നു. അപ്പോൾ കുറച്ച് നേരം വൈകി. ഫോണിൻ്റെ തട്ടിപ്പാണ്. മോളൊക്കെ പുറത്ത് നോക്കിയിട്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കാൻ കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ ജനലിൻ്റെ അടുത്തിരിക്കാനാണ് അവർക്കൊക്കെ ഇഷ്ടം. അങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോരുത്തരങ്ങനെ മാറ്റിയിരുത്തി കൊടുത്തിട്ടോ. അതൊരു ഫാമിലി അപ്പം ഞങ്ങൾ ആദ്യം പോകാൻ വിചാരിച്ചിരുന്നത് കർണാടക എരുമാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പോൾ നേരം വൈകിയ കാരണം പിന്നെ അവിടുന്ന് റൂട്ടൊക്കെ മാറ്റി ഞങ്ങൾ പിന്നെ അവിടുന്ന് 3-4 വണ്ടിയൊക്കെ വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് എത്തിയത്. വന്നിട്ട് പിന്നെ അതാ ഒരു ഹോട്ടലിലൊക്കെ കയറി ചായയൊക്കെ കുടിക്കുന്നു കേട്ടോ. പിന്നെ അവിടെയൊക്കെ പോയി ഞങ്ങൾ ആദ്യം മടവൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോയത്.
നാളെ നമ്മളായിഷു ഒരുപാട് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അവിടെ എത്തിയിട്ട് അവിടുത്തെ കാര്യങ്ങളൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചായയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ പോയി സിയാർത്തൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം പിന്നെ ചോറുന്നത്. അപ്പോൾ ചായയും ചെറുതായിട്ടുള്ള കടികളൊക്കെ കഴിച്ചിട്ടുള്ളൂ. പിന്നെ അതാ ചോറ് കഴിക്കുകയാണ്. അപ്പോൾ ഇവിടെ സാദാ ചോറും അടിപൊളി കൂട്ടാനോളും പിന്നെ ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്ത്. അപ്പോൾ ഒരു കുറച്ച് നേരമൊക്കെ ഇരുന്നതിൻ്റെ ശേഷമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ അച്ചാറും കച്ചമ്പറൊക്കെ കിട്ടുന്നതിന് മുന്നേ തന്നെ എല്ലാവരും ഇവിടെ കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമൊരു ചായ കുടിച്ച കാരണം പിന്നെ ചോറിന് ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ 2 മണി ആവാൻ നേരത്തോട്ട് പിന്നെ ചോറുന്നത്. അപ്പോൾ ചോറിന് വന്നിരുന്നിട്ടും ഒരു 1/4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ചോറ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചോറ് കിട്ടിയതിൻ്റെ ശേഷം പിന്നെ അച്ചാറും ചെമ്പറൊക്കെ ലാസ്റ്റാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ ചോറുന്നലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം വിശപ്പൊക്കെ ആയിന്നിട്ടാണ് നേരെ വൈകിയ കാരണം. അപ്പോൾ അതാ എല്ലാവരും അപ്പം മക്കൾ 2 മന്തി പറഞ്ഞു. അപ്പോൾ മന്തി വടല്ല കേട്ടോ. അപ്പോൾ അന്ന് എല്ലാവർക്കും മന്തി ആവശ്യമുള്ളവർക്ക് വാങ്ങാൻ വിചാരിച്ച്. പിന്നെ ഞങ്ങൾ അവിടുന്ന് വണ്ടി വിളിച്ചിട്ട് ഇവിടേക്ക് ബീച്ചൊക്കെ വന്നിങ്ങനെ കേട്ടോ. അവിടുന്ന് ഒരുപാട് ലോങ്ങാണ് കേട്ടോ. കണ്ട് മടവ് എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ഒരുപാട് പോവാനുണ്ട്. കോഴിക്കോട് ട്രെയിൻ ഇറങ്ങിയാൽ പിന്നെ ബസ്സിൽ എത്ര 1 മണിക്കൂറൊക്കെ ഉണ്ട് തോന്നുന്നത്. പിന്നെ അവിടുന്ന് 3-4 ഓട്ടോ ഒക്കെ വിളിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. പിന്നെ അവിടുന്ന് ഇതാ അതേപോലെ അവിടുന്ന് ഇത്രയും ലോങ്ങിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ കോഴിക്കോട് ബീച്ചിക്ക്. അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ എൻജോയ് വേണ്ടേ. അപ്പോൾ അത് ചേർത്തും ആണെങ്കിലും കുട്ടികൾക്ക് ഒരു എൻജോയ് ഉള്ളൊരു ഇതും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോക്ക്. സാധാരണ എല്ലാവരും കൂടി അങ്ങോട്ട് വരികയാണ്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഞമ്മക്കാണെങ്കിലും ഒക്കെ കടൽ കണ്ടാലും എത്ര വന്നാലും പോതിരില്ലല്ലേ. അപ്പോൾ ഈ വെള്ളത്തിൽ കളിക്കാൻ തന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണല്ലോ. കുട്ടികൾ അതേപോലെ തന്നെ ഇട്ടാ എല്ലാവരും ഞങ്ങൾ വലിയവരും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത്. അപ്പോൾ ഇങ്ങോട്ട് വന്ന സമയത്ത് ഒരു 5:30 ആവാനായിട്ടുണ്ടാവും കേട്ടോ. ഈ സമയമായിട്ടും നല്ല അത്യാവശ്യം ഒരു വെയിലുണ്ട്. പക്ഷെ ചൂടില്ലാതെ അങ്ങനെ ഒരു വെയിൽ പോണ ഒരു പോക്കാണ് കേട്ടോ. വൈകുന്നേരം ഒരുപാട് ജനങ്ങൾ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെയിൻ സ്ഥലത്ത് ഇതിലും ജനം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആളില്ലാത്തടത്ത് നോക്കിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് അത്യാവശ്യം ഈ വെള്ളത്തിൽ കളിക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ആൾ കുറഞ്ഞിടത്ത് നോക്കിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവിടെ എക്സ്പോ കാര്യങ്ങളൊക്കെ ഉള്ളിടത്ത് ഒരുപാട് ആളാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ആൾക്കാർ ആ തലക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല ജനമാണ്. അവിടെ ISO കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അവിടെ ഒരുപാട് ആളുണ്ട്. അപ്പം ഞങ്ങൾക്ക് വരാൻ സമയത്താണ് മരുന്ന് ശേഷമാണ് അവിടെ പോന്നിട്ടുള്ളത്. നമുക്ക് കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ച് കുട്ടികളൊക്കെ നല്ല എൻജോയ് ചെയ്തിട്ട് പോകുന്നത്.
അങ്ങനെ നമ്മൾ ഈ ഇടയിലൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ, ഫുള്ളായിട്ട് എടുത്തിട്ടൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്ത് 7-Up കുട്ടിയൊക്കെ ഫ്രൂട്ടിയും കാര്യങ്ങളും ഒക്കെ വാങ്ങി കഴിച്ച് അവിടെ ഇരുന്നിട്ട് പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ ട്രെയിൻ വന്ന് എല്ലാവരും കയറി ഇരുന്നതാ അവിടെ ഫോൺ കളിയും ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ അവിടെ എത്തോളം അങ്ങനെ ഞങ്ങളവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കണ്ട് വീട്ടിലേക്ക് പോകാനുള്ള വണ്ടി വരും. പിന്നെ ട്രെയിൻ ഇറങ്ങി ഒരു 10-11 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാനുള്ള വണ്ടി അവിടെ വന്നിട്ടുണ്ട് കേട്ടോ റൂട്ടുമ്മേ. അപ്പം ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ചില ഭാഗങ്ങളൊക്കെ ആയിട്ട് എടുത്തൊരു വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമ്മളെ വീട്ടിലേക്കാണ് പോണത്. അപ്പോൾ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.